എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ്. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് നാം വായിക്കുന്നു. യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ 12 ശിഷ്യന്മാരെയും ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി യെരുശലേമിൽ എത്തുമ്പോൾ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് അവരോട് വിശദീകരിക്കുന്നതായി നാം കാണുന്നു. യെരുശലേമിലേക്കുള്ള ഈ യാത്ര ക്രിസ്തുവിന്റെ അവസാന യാത്രയായിരുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകുമെന്നും മിശിഹ നേരിടേണ്ടിയിരുന്ന കഷ്ടപ്പാടുകളും മരണവും അവയുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെയും കുറിച്ച് സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളും യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടെ പഴയ നിയമത്തിലെ അനേക പ്രവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ഓരോ കാര്യത്തിലും കൃത്യമായി നിവൃത്തിയാകും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് യെരുശലേമിലായിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ തനിക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്നതായിരുന്നു. ഏൽപ്പിക്കപ്പെടും എന്നതിലൂടെ ശിഷ്യനായ യൂദാസ് ഇസ്കറിയോത്ത പണത്തിനായി യേശുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും കൈമാറും എന്നതിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മനുഷ്യപുത്രനെ പരിഹസിക്കുകയും ചമ്മട്ടികൊണ്ട് അടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യാൻ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നതായിരുന്നു. യേശുവിനെ നേരിട്ട് കൊലപ്പെടുത്താൻ സദൂക്യരെയും പരീശന്മാരെയും റോമൻ ഭരണം അനുവദിച്ചിരുന്നില്ല. എന്നാൽ അങ്ങനെ കൊല്ലാൻ രാഷ്ട്രീയ അധികാരമുള്ള റോമാക്കാരെ ബോധ്യപ്പെടുത്താൻ യഹൂദ മത നേതൃത്വത്തിന് കഴിഞ്ഞു. യഹൂദരുടെ രഹസ്യ കോടതി യേശുവിനെ മരണത്തിന് വിധിച്ച ശേഷം അവർ അവനെ റോമാക്കാർക്ക് ഏൽപ്പിക്കുകയും അങ്ങനെ റോമാക്കാർ എന്ന ജാതികൾ യേശുവിനെ യഹൂദന്മാരുടെ രാജാവാണെന്ന് പരിഹസിച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നതായിരുന്നു കർത്താവ് പ്രവചിച്ചത്. ക്രിസ്തുവിനെ പരിഹസിക്കാൻ പടയാളികൾ കടും ചുവപ്പ് മേലങ്കി ധരിപ്പിച്ചു ഒരു മുൾക്കിരീടം തലയിൽ വെച്ചു കയ്യിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്നിങ്ങനെ പരിഹസിക്കുകയും പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം അവനെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളതൊക്കെയുമാണ് യേശു കർത്താവ് ഇവിടെ പ്രവചിക്കുന്നതെന്ന് നാം കാണുന്നു. യേശു തന്റെ ശിഷ്യന്മാരെ അറിയിച്ച 3-ാമത്തെ കാര്യം, ഈ ഭയാനകമായ സംഭവങ്ങൾ നടന്ന 3-ാം ദിവസം മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നു. അതായത് കൊല്ലപ്പെട്ട് 3 ദിവസത്തിനകം യേശു ജീവനിലേക്ക് തിരിച്ചു വരുമെന്ന് കർത്താവ് പ്രവചിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും എന്ന് ഹോശേയ പ്രവചനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നതായി കാണുന്നു. 20-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ തന്റെ പുത്രന്മാരെക്കുറിച്ചുള്ള ഒരു പ്രത്യേക അഭ്യർത്ഥനയുമായി യേശുവിന്റെ അടുക്കൽ വരുന്നതും കർത്താവ് തന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ അവന്റെ ഇടത്തും വലത്തും ബഹുമാന സ്ഥാനം നൽകണമെന്ന് അവൾ അപേക്ഷിക്കുന്നതായും കാണുന്നു. യേശു അവളോടും അവളുടെ പുത്രന്മാരോടും അവർ എന്താണ് ചോദിക്കുന്നതെന്ന് അവർക്കറിയില്ല എന്ന് പറയുന്നതും തനിക്കുള്ള പാനപാത്രം കുടിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. തങ്ങൾക്ക് കഴിയുമെന്നവർ പറയുമ്പോൾ കർത്താവ് അവരോട്, നിങ്ങൾ പാനപാത്രം കുടിക്കും, പക്ഷേ ദൈവരാജ്യത്തിൽ ആളുകൾ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് യേശുവിന്റെ പിതാവാണെന്ന് പറയുന്നതും നാം വായിക്കുന്നു. 20-ാം വാക്യത്തിൽ സെബദീപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി യേശു കർത്താവിന്റെ അടുക്കെ വന്ന് നമസ്കരിച്ച് കർത്താവിനോടൊരു അപേക്ഷ കഴിക്കുന്നു എന്ന് വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ സെബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ എന്നിവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനെർഗസ് എന്ന് പേരിട്ടിരുന്നു എന്ന് നാം കാണുന്നു. ഈ 2 സഹോദരന്മാരും യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ അവന്റെ ശിഷ്യന്മാരായിരുന്നുവെന്നും ഗലീലി കടലിൽ ഒരു വള്ളത്തിൽ അവരുടെ പിതാവായ സെബദിയുമായി മീൻ പിടിക്കുമ്പോഴാണ് കർത്താവ് അവരെ വിളിച്ചതെന്നും മത്തായി സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിച്ചിരുന്നു. യേശു കർത്താവ് രൂപാന്തരപ്പെട്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ പത്രോസിനോടൊപ്പം ഈ 2 പേരെയും മറുരൂപ മലയിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്നും മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു. സെബദിയുടെ പുത്രന്മാരിൽ ഒരാളായ യോഹന്നാനെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പരാമർശിച്ചിരിക്കുന്നതായി യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം കാണുന്നു. 21-ാം വാക്യത്തിൽ നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. അതായത്
തന്റെ 2 പുത്രന്മാർക്ക് ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ബഹുമാന്യമായ സ്ഥാനങ്ങൾ നൽകണമെന്നാണ് ശ്രീമതി സെബദി ആവശ്യപ്പെട്ടത്. ഒരു മഹാരാജാവിന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുക എന്നത് ഭരണാധികാരി അല്ലാത്ത ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ്. മിശിഹായുടെ രാജ്യത്തിൽ യേശുവിന് ശേഷം തന്റെ 2 പുത്രന്മാരെ അധികാരത്തിൽ ഏറ്റവും ഉന്നതരാക്കണം എന്ന് തന്റെ പുത്രന്മാരെ ഉയർത്താനും അവരെ ഏറ്റവും വലിയവരാക്കാനും ആ സ്ത്രീ യേശുവിനോട് ആവശ്യപ്പെടുകയായിരുന്നു. സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത് യഹൂദന്മാർക്ക് ബഹുമാനത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു വലിയ അടയാളമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്ന് 1 രാജാക്കന്മാർ 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം കാണുന്നു. യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ തന്റെ മക്കൾക്കായി ഏറ്റവും നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ ലോകത്തിന്റെ മാതൃക അനുസരിച്ച് ആ സ്ത്രീയും പുത്രന്മാരും ക്രിസ്തുവിന്റെ മഹത്വത്തെ തെറ്റിദ്ധരിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ സംഭവത്തിൽ സെബദീപുത്രന്മാരുടെ അമ്മയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. യാക്കോബും യോഹന്നാനും മാത്രമേ ഈ അപേക്ഷ ഉന്നയിക്കുന്നുള്ളൂ എന്ന് മർക്കോസ് 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 22-ാം വാക്യത്തിൽ അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. ഈ ലോകത്തിൻ്റെതല്ലാത്ത ആത്മീയമായ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നു എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരെ സേവിക്കട്ടെ എന്ന് കർത്താവ് പഠിപ്പിച്ച തത്വപ്രകാരം യഥാർത്ഥത്തിൽ അവർ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തന്നെയാണ് ആവശ്യപ്പെട്ടതെന്ന് അവർ ഗ്രഹിച്ചില്ല. ഇവിടെ ഈ ശിഷ്യന്മാരുടെ അഭ്യർത്ഥനയിൽ അവരുടെ അജ്ഞത പ്രകടമാകുന്നുവെന്നും അവർക്ക് യേശു നേരിടേണ്ടിയിരുന്ന കഷ്ടതകളും പീഡാസഹനവും മരണവും മനസ്സിലായില്ല എന്നും വ്യക്തമാകുന്നു. യേശു തന്റെ 2 ശിഷ്യന്മാരോട് 2 നിഗൂഢമായ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് കാണുന്നു. മത്തായി സുവിശേഷത്തിൽ 22-ാം വാക്യത്തിലെ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ആദ്യ ചോദ്യം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ 2-ാമത്തെ ചോദ്യവും മർക്കോസിന്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുന്നു. ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പാനപാത്രം എന്നതുകൊണ്ട് യേശു കർത്താവ് ഉദ്ദേശിച്ചത് രക്തസാക്ഷിത്വത്തിന്റെ കയ്പുള്ള പാനപാത്രമായിരുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് ക്രൂരമായ പീഡകളേറ്റുള്ള തന്റെ കുരിശുമരണമായിരുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യത്തിൽ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് തന്നെ വെറുക്കുന്ന ഒരു ലോകത്തിനു വേണ്ടി കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നതിന്റെ കൈപ്പേറിയ പാനപാത്രം കുടിക്കാതെ കടന്നുപോയെങ്കിലെന്നും എങ്കിലും നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നും യേശു കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. യേശുവിന്റെ 2-ാമത്തെ ചോദ്യത്തിലെ സ്നാനം എന്നത് പാനപാത്രം എന്നതിന് സമാനമായ ഒരു പരാമർശമായിരുന്നു. യേശു ഉടൻ തന്നെ നേരിടാൻ പോകുന്ന മരണത്തെയും ശവസംസ്കാരത്തെയും കുറിച്ചുള്ള പ്രതീകാത്മക പരാമർശമായിരുന്നു ഇവിടെ പറയുന്ന സ്നാനം എന്ന് മനസ്സിലാക്കാം. സെബദിയുടെ പുത്രന്മാർ അവന്റെ വാഗ്ദാനത്തെ പെട്ടെന്ന് സ്വീകരിച്ചുകൊണ്ട് അവർ ഞങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞതായി നാം വായിക്കുന്നു. യേശുവിന്റെ രാജ്യത്തിൽ അവന്റെ വലതും ഇടതും ഇരിക്കാൻ തീവ്രമായ ആഗ്രഹം നിമിത്തം അതിനാവശ്യമായത് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഈ കഷ്ടപ്പാടുകളുടെ സ്വഭാവവും സ്വന്തം ബലഹീനതയും പരിഗണിക്കാതെ ഭാഗികമായി തങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയിലൂടെയും അവർ ഇങ്ങനെ ഉത്തരം പറഞ്ഞു എന്ന് മനസ്സിലാക്കാം. 23-ാം വാക്യത്തിൽ അവൻ അവരോട്, എന്റെ പാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും എന്റെ വലതും ഇടതും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും എന്നതുകൊണ്ട് യേശു ദൈവരാജ്യത്തിനു വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുന്നത് പോലെ അവരും കർത്താവിനെ പ്രതി തങ്ങളുടെ ജീവൻ അർപ്പിക്കുമെന്ന് അർത്ഥമാക്കുന്നു. അങ്ങനെ തന്നെ ഈ വ്യക്തികളിൽ ഒരാളായ യാക്കോബിനെ പിന്നീട് ഹെരോദാവ് വാളുകൊണ്ട് കൊന്നു എന്ന് അപ്പസ്തോല പ്രവൃത്തികൾ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യോഹന്നാനെ യഹൂദ സൻഹെദ്രീൻ സംഘത്തിന്റെ ആലോചന പ്രകാരം തടവിലാക്കി അടിക്കുകയും ഡൊമീഷ്യൻ പത്മോസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. യോഹന്നാൻ എഴുതിയ ലേഖനമായ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോഹന്നാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് നാം വായിക്കുന്നു. തന്റെ വലതും ഇടതും ഇരിപ്പാൻ വരം നൽകുന്നത് തന്റേതല്ല, തന്റെ പിതാവിന്റെ പരമാധികാര ഇച്ഛയിലും തീരുമാനത്തിലും പിതാവ് നിശ്ചയിച്ച ഒരു കാര്യമാണെന്നും കർത്താവ് വ്യക്തമാക്കുന്നു. നിത്യജീവൻ അഥവാ സ്വർഗീയ മഹത്വം ലോകസ്ഥാപനം മുതൽ തന്റെ പിതാവ് ഒരുക്കിയ ഒരു രാജ്യമാണെന്നും അത് ഇപ്പോൾ ക്രമീകരിക്കേണ്ടതല്ല, ദൈവത്തിന്റെ നിത്യവും സ്ഥിരവുമായ നിർണയങ്ങളിൽ പെടുന്നതാണ് എന്നും അതിലെ സ്ഥാനങ്ങളുടെ വിതരണവും മനുഷ്യരുടെ യോഗ്യതകൾക്കനുസൃതമായിരിക്കില്ല, മറിച്ച് ദൈവത്തിന്റെ സൗജന്യ കൃപയായിരിക്കുമെന്നും കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നതായി നാം കാണുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ.